ഹായ് ഫ്രണ്ട്സ്, ഒലിവിയയുടെ ഒരു കസ്റ്റമർ എന്ന നിലയ്ക്ക് നമ്മുടെ ചാനലിലൂടെയും ഒലിവിയയുടെ കുറച്ച് വീഡിയോസുകൾ ഷെയർ ചെയ്തിരുന്നു. കുറച്ച് ദിവസമായി ഏറ്റവും കൂടുതൽ വീഡിയോസുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒലിവിയയിലെ സ്റ്റാഫുകളുടെ ഒരുപാട് കംപ്ലൈൻറ്റും മറ്റു കാര്യങ്ങളുമാണ്. എനിക്ക് നമ്മുടെ സുഹൃത്തുക്കളായ കുട്ടികളോട് പറയാനുള്ളത്, ഏതൊരു സ്ഥാപനത്തിൻ്റെയും പരസ്യം കണ്ട് ഇൻ്റർവ്യൂവിന് പോയി കഴിയുമ്പോഴായിരിക്കും ബാക്കി കുറേ ഡീറ്റെയിലും കൂടി നമ്മൾ അറിയാൻ സാധിക്കുന്നത്. ആ സമയത്ത് എല്ലായിടത്തും തന്നെ നമുക്ക് ട്രെയിനി ആയിട്ട് ഒരാഴ്ചയും രണ്ടാഴ്ചയും ടൈം കിട്ടുന്നതായിരിക്കും. എല്ലാ സ്ഥാപനങ്ങളിലും ട്രെയിനി അയക്കുന്ന സമയത്ത് നമുക്ക് സാലറി തരുമെന്ന് ഒരു ഉറപ്പുമില്ല. കിട്ടുകയാണെങ്കിൽ അത് നമ്മുടെ ഒരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഒരു 80% ജോലി ചെയ്യുന്ന സെയിൽസ്മാൻ, സെയിൽസ് ഗേൾ അങ്ങനെ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കൊന്നും തന്നെ ഒരു 15,000 രൂപയ്ക്ക് മേലെ സാലറി ഒന്നും ഒരു സ്ഥാപനത്തിലും കൊടുക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു അറിവ്. എപ്പോഴും നമുക്ക് ക്യാഷ് കൂടുതലായിട്ട് ഏൺ ചെയ്യാനുള്ള ഒരു മാർഗം കമ്മീഷൻ ബേസ്ഡായിട്ട് ജോലിക്ക് തന്നെയായിരിക്കും. കമ്മീഷൻ ബേസ്ഡ് ജോലിക്ക് കയറുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നിർദ്ദേശങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ എപ്പോൾ കയറുന്നു, നമ്മളെപ്പോൾ ഇറങ്ങുന്നു, അതനുസരിച്ചിട്ടായിരിക്കും എത്രത്തോളം കസ്റ്റമറുമായിട്ട് ഒരു ട്രാൻസാക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നു അതനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം നമുക്ക് സാലറി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. എപ്പോഴും കമ്മീഷൻ ബേസ്ഡ് ജോലികൾക്ക് ടെൻഷൻ കൂടുതലായിരിക്കും, റിസ്ക്കും കൂടുതലായിരിക്കും, അതുപോലെ തന്നെ ഏൺ ചെയ്യാനും പറ്റും. ഫിക്സഡ് എമൗണ്ട് സാലറിക്ക് കയറുമ്പോൾ നമുക്ക് ടെൻഷനും റിസ്ക്കും കുറവായിരിക്കും. സെയിൽസ് നടന്നാലും ഇല്ലെങ്കിലും നമുക്ക് ആ ഫിക്സഡ് എമൗണ്ട് മാസ എൻഡിൽ നമുക്കത് കിട്ടുന്നതായിരിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ഫൈനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. നമ്മൾ ഏതൊരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുമ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു നഷ്ടം ആ കമ്പനിക്ക് വരാണെങ്കിൽ, പ്രത്യേകിച്ച് അക്കൗണ്ട്സിലൊക്കെ ആകുമ്പോൾ ആ ട്രാൻസാക്ഷനൊക്കെ വല്ല മിസ്റ്റേക്കും പറ്റി എന്തെങ്കിലുമൊക്കെ നഷ്ടം വരാണെങ്കിൽ ആ സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്ന് ആ മാസത്തെ സാലറിയിൽ നിന്ന് ഇതുപോലെ ഫൈനൊക്കെ വാങ്ങിക്കുന്നതായിരിക്കും. ഇതൊക്കെ സ്വാഭാവികമായിട്ടും എല്ലായിടത്തും ഉള്ള ഒരു കാര്യം തന്നെയാണ്. കമ്മീഷൻ ബേസ്ഡ് ജോലിയിൽ ഏറ്റവും റിസ്ക് ഉള്ള ഒരു കാര്യം കസ്റ്റമറെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഒലിവിയെ സംബന്ധിച്ച് ആ ഒരു കാര്യം അവരുടെ ഓണർ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കസ്റ്റമറോട് മാന്യമായിട്ട് സംസാരിക്കുക, പിന്നെ ബില്ലിങ്ങും പാക്കിങ്ങും അതൊക്കെ വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് തന്നെയാണ് അവിടെ ഉള്ളത്. ഒരു തുണിക്കടയിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ എത്രയോ ഷെൽഫുകളിലെ തുണി നമ്മളെപ്പോലെ കസ്റ്റമർ അത് മുഴുവനും ഡിസ്പ്ലേയിലിട്ട് അത് കഴിഞ്ഞ് നമ്മളത് വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അതിൻ്റെ ഓണർ എന്തായാലും ആ സെയിൽസ്മാൻ്റെ സാമർത്ഥ്യക്കുറവ് കൊണ്ടാണ് കസ്റ്റമർ വാങ്ങിക്കാണ്ടിരുന്നതെന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും ചീത്ത പറയും. ഒരുപാട് പേര് പിന്നെ ലേബർ നിയമങ്ങൾ, മാനേജർമാരുടെ നിയമങ്ങൾ, സ്ഥാപനത്തിൻ്റെ നിയമങ്ങൾ, സാലറി നിയമങ്ങൾ ഒക്കെ പറയുന്നത് കേട്ടു. പക്ഷേ നമ്മളൊരു സ്ഥലത്ത് ജോലിക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ മാനേജർ എന്ത് നിയമമാണ് നമ്മളോട് പറയുന്നത് അതനുസരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ജോലിക്ക് തുടരാവുന്നതാണ്. 5 വയസ്സായ കുട്ടിയൊക്കെ ഉള്ള കാരണം കൊണ്ട് ഇപ്പോഴും ജോലി തരാത്ത പല സ്ഥാപനങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. മിനിമം സാലറി ഉണ്ടെന്ന് പറയുമ്പോഴും 8,000-നും 6,000 സാലറി കൊടുക്കുന്ന സ്ഥാപനങ്ങളും ഇപ്പോഴും ഉണ്ട്. നമ്മൾ ബുധനാഴ്ചത്തെ ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഒരു 90% ജോലിയുടെ അഡ്വർടൈസ്മെൻറ്റിലും ഏജ് ലിമിറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലുക്കും കാര്യങ്ങളൊക്കെ തന്നെ അവർ നോക്കാറുമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യൂണിഫോമും മറ്റും കാര്യങ്ങളും അവർ തരാറുമുണ്ട്. ഇതുപോലെ മുൻപ് ജോലി ചെയ്ത സ്ഥാപനങ്ങളിൽ ജോലി നിർത്തി പോയിട്ടുള്ള ഓരോരുത്തരും അവരുടെ എക്സ്പീരിയൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ പറഞ്ഞ് ചിലപ്പോൾ ഇതിലും ഭീകരമായിട്ടുള്ള അവസ്ഥകളായിരിക്കും ഓരോരുത്തരും ഷെയർ ചെയ്യുന്നത്. ന്യൂസ് പേപ്പറിൽ വരുന്ന 20,000 രൂപ, 18,000 രൂപ സാലറി കണ്ടിട്ടാണ് നമ്മുടെയൊക്കെ വീടുകളിൽ വരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും ബാഗ് തോളിലിട്ട് ഒരുപാട് സാധനങ്ങൾ വിൽക്കാനായിട്ട്, ചായയില പിന്നെ അതുപോലെ പാത്രങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി ബാഗിലിട്ട് വരുന്ന ആൺകുട്ടികളും പെൺപിള്ളേരും എത്ര വീടുകളിൽ കയറി ഇറങ്ങിയിട്ട് വേണം അവരുടെ ആ ഒരു 2,000 പോയിൻ്റ് ടാർജറ്റ് എത്തിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീടുകളിലൊക്കെ ഒരു 10 വീട്ടിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വീട്ടുകാർ വാങ്ങിച്ചെങ്കിൽ ആ കുട്ടികളുടെ ഭാഗ്യം. മഴയാണോ വെയിലാണോ എന്ന് നോക്കാതെയാണ് ആ കുട്ടികൾ ആ ഒരു ജോലിക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഓരോ ജോലിക്കും അതിൻ്റേതായ റിസ്ക് ഉള്ളത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഒലിവയുടെ ഷോപ്പിലേക്ക് 2 ദിവസം മാത്രം ജോലിക്ക് വന്ന കുട്ടിയാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ ഹോസ്റ്റലിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ഒരു ദിവസം പോലും ഹോസ്റ്റലിൽ താമസിക്കാത്ത കുട്ടിക്ക് എങ്ങനെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിയുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം. ഷോപ്പിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഒരിക്കലും പോലും ആ ഒരു എമൗണ്ട് ഏൺ ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കത്തില്ല. പക്ഷേ ഓൺലൈനിൽ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു എമൗണ്ടിന് ഒരു 20,000 രൂപയ്ക്കൊക്കെ അടുത്ത് എന്തായാലും ഏൺ ചെയ്തെടുക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആ മാഡം പറയുന്നുണ്ട് ബിസിനസ് നടത്തി പരിചയമില്ലെന്നും അതുകൊണ്ട് തന്നെ ഒരുപാട് നിയമവശങ്ങളെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്നും ഒക്കെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇത്രയും ദിവസം ആ സ്ഥാപനം പെട്ടെന്ന് അടച്ചിട്ടപ്പോൾ അവിടുത്തെ നഷ്ടം അവിടുത്തെ 40 സ്റ്റാഫുകൾക്ക് മാത്രമായിരിക്കില്ല, അത് മാനുഫാക്ചറിങ് യൂണിറ്റിലെ സ്റ്റാഫുകൾക്കും ഒക്കെ തന്നെ ബാധിച്ചിട്ടുണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട് പല വീഡിയോസുകളും വന്നപ്പോൾ ആ വീഡിയോസിലൊക്കെ തന്നെ പലരും കമൻ്റായിട്ടൊക്കെ പറയുന്നത് കേട്ടു, ഒലിവിയെ എങ്ങനെയെങ്കിലും ഒന്ന് അടച്ചു പൂട്ടിപ്പിക്കാം എന്ന്. ഒരു സ്ഥാപനം അടച്ചു പൂട്ടിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ഇത്രയും ഫൈറ്റ് ചെയ്ത് ഇത്രയും വിജയത്തിലോട്ട് എത്തിക്കാനാണ് ബുദ്ധിമുട്ടുള്ളത്.
ജ്വല്ലറിയിലും അതുപോലെ ഹോം അപ്ലയൻസ് ഷോറൂമുകളിലൊക്കെ നിൽക്കുന്നവർക്ക് സാലറി പ്ലസ് കമ്മീഷൻ ഇൻസെൻറ്റീവും കൂടി ഉണ്ടാവും. അപ്പോൾ നല്ലൊരു എമൗണ്ട് തന്നെ ഏൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഒരു ബിസിനസ് സ്ഥാപനം ഉയർച്ചയിലേക്ക് എത്താൻ സുഹൃത്തുക്കൾ വേണം, വൻ വിജയത്തിലേക്ക് എത്താൻ ശത്രുക്കളും വേണം. നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.